വഖഫ് കേസിലെ സുപ്രീം കോടതി ഉത്തരവ് പുറത്ത്. ഉപയോഗം കൊണ്ട് വഖഫായി വിജ്ഞാപനം ചെയ്തതോ രജിസ്റ്റർ ചെയ്തതോ ആയ വഖഫ് ഭൂമികൾ ഡീ നോട്ടിഫൈ ചെയ്യാൻ കഴിയില്ല. കേസ് ഇനി പരിഗണിക്കുന്നത് വരെയാണ് ഡീ നോട്ടിഫൈ ചെയ്യാൻ കഴിയാത്തത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇന്നലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ കോടതി മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതായത് ഒരു ഉത്തരവിറക്കുമ്പോൾ ഈ ഡീ നോട്ടിഫൈ ചെയ്യാനൊന്നും സാധിക്കില്ല എന്ന തരത്തിലായിരിക്കും ഒരു ഇടക്കാല ഉത്തരവ് എടുക്കുന്നത് എന്ന ഒരു പ്രപ്പോസൽ ഇന്നലെ തന്നെ കോടതി വെച്ചിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ഒരു വാദം കേൾക്കുന്നത് വരെ രജിസ്റ്റർ ചെയ്ത ഭൂമികൾ ഡീ നോട്ടിഫൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിലെ മറ്റു വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? സന്ധ്യ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പ്രധാനമായും ഉള്ളത്. അതായത് സുപ്രീം കോടതി ഇന്ന് വാദം കേട്ടതിന് ശേഷം പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്, ഇതിൽ ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ 2 ഉറപ്പുകൾ കോടതിക്ക് നൽകിയിരുന്നു. ആ ഉറപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തേതായി ഈ വഖഫ് ബോർഡിലേക്ക് കൗൺസിലിലേക്കും പുതുതായി അംഗങ്ങളെ നിയമിക്കില്ല. അങ്ങനെ സംസ്ഥാനങ്ങളോ കേന്ദ്ര സർക്കാരോ നിയമിക്കുകയാണെങ്കിൽ അതിനെ അസാധുവാണ് എന്ന കാര്യം അസാധുവായി കരുതുമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ അറിയിച്ചിരുന്നു. അത് കോടതി പറയുന്നുണ്ട്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിലവിലുള്ള വഖഫ് ഭൂമി, അതായത് ഉപയോഗത്തിലൂടെ വഖഫ് ഭൂമിയായ ആ ഭൂമി സംബന്ധിച്ച് അതിന്റെ ഡീ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഈ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നത്, ഈ ഉപയോഗം കൊണ്ട് വഖഫായ ഭൂമി, അതായത് അത് വിജ്ഞാപനത്തിലൂടെ രജിസ്ട്രേഷനിലൂടെ അങ്ങനെ ഉപയോഗം കൊണ്ട് വഖഫായ ഭൂമി, ആ ഭൂമികളാണ് ഡീ നോട്ടിഫൈ ചെയ്യുന്നതിനോ അതിന്റെ ഈ പദവി മാറ്റുന്നതിനോ പരിഗണിക്കുന്നത് വരെ വഖഫ് ഭൂമികൾ ഡീ നോട്ടിഫൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.